എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞുകൊണ്ട് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച മഹാനായ വ്യക്തിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. അതെ, ജൂൺ 19, പൊതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ഓർമ്മ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഗ്രന്ഥശാലകളുണ്ടായി. തൻ്റെ മരണം വരെ മറ്റുള്ളവരെ വായിപ്പിച്ച് വിവേകമുള്ളവരാക്കാൻ ശ്രമിച്ച ആ മഹാത്മാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം. ഇതൊക്കെയാണെങ്കിലും വർഷത്തിൽ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു വ്യക്തിയുടെ സന്ദേശം നാം ഓർത്താൽ മതിയോ? അപ്പോഴാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന വായിച്ചു വളരുക എന്ന ചിന്തയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അതെ, ഈ വായന കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം? നിങ്ങളെല്ലാവരും ബാലരമ, ബാലഭൂമി തുടങ്ങി നിരവധി ബാലമാസികകൾ വായിക്കുന്നവരായിരിക്കും അല്ലേ? ഇതെല്ലാം നാം എങ്ങനെയാണ് വായിക്കുന്നത്? കഥകൾ തുടങ്ങുന്നത് തന്നെ പണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉദാഹരണത്തിന്, ആമയും മുയലും ഓട്ടമത്സരം നടത്തുന്നു. വായിക്കുന്ന നമ്മുടെ മനസ്സിൽ ആ ഓട്ടമത്സരം ലൈവായി കാണാൻ സാധിക്കുന്നില്ലേ? ഉറങ്ങുന്ന മുയലിനെ പിന്നിലാക്കി ആമ ജയിക്കുമ്പോൾ നമ്മൾ കൈയടിക്കുന്നില്ലേ? അതെ, അവിടെ വായന നമ്മുടെ ഭാവനയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വളർന്ന വായനയിലേക്ക് നോക്കൂ. ഉദാഹരണത്തിന്, സിൻഡ്രല വായിക്കുമ്പോൾ സിൻഡ്രല്ലയുടെ കഷ്ടപ്പാട്, ജീവിതം, പിന്നെയുള്ള ജീവിത വിജയം, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കുന്നു. അടുത്ത ഘട്ടം കുറേ കൂടി ശ്രദ്ധേയമാണ്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ? മലയപ്പുലയൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ നട്ട വാഴയിൽ കുല വന്നപ്പോൾ അയാളുടെ മക്കൾ ആ പഴത്തിനു വേണ്ടി കാത്തുകാത്തിരുന്നു. അവസാനം കുല പഴുത്തപ്പോഴോ അത് ജന്മിയുടെ കാര്യസ്ഥൻ വന്ന് വെട്ടിക്കൊണ്ടുപോയി. കാരണം എന്താണ്? ആ വീട് ഇരിക്കുന്ന സ്ഥലം ജന്മിയുടേതാണ്. ഈ കവിത വായിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ വായനയുടെ 3 ഘട്ടങ്ങൾ, അതായത് ഭാവനയുണർത്തി, സ്വപ്നം കാണാൻ പഠിപ്പിച്ച്, നമ്മളെ ചിന്തിക്കാൻ പ്രാപ്തരാക്കി നമ്മുടെ വ്യക്തിത്വത്തെ വായന പൂർണ്ണമാക്കുന്നു. ഇത് തന്നെയാണ് PN പണിക്കർ എന്ന മഹാനായ വ്യക്തി നമുക്ക് പറഞ്ഞു തന്നത്. ഉയർന്ന ആത്മവിശ്വാസവും വിശാലമായ കാഴ്ചപ്പാടും നമ്മിൽ ഉണർത്തി പ്രതികരണശേഷിയുള്ള ഒരു തലമുറയായി വളരാൻ വായന നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായന ദിനാശംസകൾ.